നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഇസ്മ നിങ്ങൾ 5 പ്രാവശ്യം പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച കാര്യം അതുപോലെ തന്നെ നടക്കും. അള്ളാഹുവിൻ്റെ ഇസ്മുകൾ അതിൻ്റെ മഹത്വം നമുക്കൊക്കെ അറിയുന്നവരാണ്, അത് നമ്മളൊക്കെ ചൊല്ലുന്നവരാണ്, അതിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിയവരാണ്, ആ ഇസ്മുകൾ പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യുന്നവരുമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ. ആ ഇസ്മ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അർശ് പോലും വിറയ്ക്കും. അങ്ങനെ വിറച്ചുകൊണ്ട് എന്തൊരു ഉദ്ദേശം വെച്ചിട്ടാണോ ആ ഇസ്മ നിങ്ങൾ പറഞ്ഞത്, ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരും. അതിനോടുകൂടെ മറ്റൊരു ഇസ്മ കൂടി, ആ ഇസ്മ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരാളുടെയും മുന്നിൽ നിങ്ങൾ കൈനീട്ടേണ്ട അവസ്ഥ വരില്ല. എപ്പോഴൊക്കെയാണ് ആ ഇസ്മ ചൊല്ലേണ്ടത്, ഏതാണ് ആ ഇസ്മ, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, വിശദമായി നമുക്ക് നോക്കാം ഈ വീഡിയോയിലൂടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മ. ആ ഇസ്മ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിംഹാസനമാകുന്ന അർശങ്ങ് വിറയ്ക്കും. അർശ് എന്ന് പറയുമ്പോൾ പല ഉമ്മമാർക്കും സംശയം ഉണ്ടാവും. ഒരുപാട് വാളിലും പ്രസംഗങ്ങളിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഉസ്താദേ അള്ളാഹുവിൻ്റെ അർശ് കുലുങ്ങുന്നു, അള്ളാഹുവിൻ്റെ അർശ് പുഞ്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ അർശ് വിറയ്ക്കുന്നു എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ അർശ് എന്ന് പറഞ്ഞാൽ വല്ലുമ്മമാർക്കും ഉപ്പമാർക്കൊക്കെ സംശയം ഉണ്ടാവും. എന്താണ് അർശ്? അതിൻ്റെ അർത്ഥം സിംഹാസനം എന്നാണ്. അത് അള്ളാഹുവിൻ്റെ സിംഹാസനമാണ്. അള്ളാഹുവിൻ്റെ സിംഹാസനത്തിനാണ് അർശ് എന്ന് പറയുന്നത്. അതിൻ്റെ വലുപ്പത്തെപ്പറ്റി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, നമ്മുടെ ഈ ഭൂമി, ആകാശങ്ങൾ, സൗരയുധങ്ങൾ എല്ലാം കൊണ്ട് ആ അർശിൽ വച്ചാൽ എങ്ങനെയായിരിക്കുമെന്നറിയോ? വലിയ കടല്, ആ കടലിൻ്റെ ഉള്ളിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ മോതിരമുണ്ടല്ലോ, ഈ മോതിരം കടലിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ എങ്ങനെയായിരിക്കും? അത്തരത്തിലാണ് അള്ളാഹുവിൻ്റെ അർശിൽ നമ്മുടെ ഈ ഭൂമിയും ആകാശങ്ങളും ഒക്കെ കൊണ്ടുവച്ചാലെന്ന് ഹബീബുനാ ഷഫീഉൽ വറ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വലുപ്പത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം വിശാലമായ, നമ്മുടെ ചിന്തകൾക്കതീതമായ വലിയൊരു സംഭവമാണ് അർശ് എന്നുള്ളത്. ആ അർശ് പോലും കുലുങ്ങും. ആ അർശ് ഇങ്ങനെ കുലുങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർശ് കുലുങ്ങുന്നത് ശ്രദ്ധിച്ചിട്ട് മലക്കുകളോട് ചോദിക്കും, അല്ലയോ മലായിക്ക, എന്താണ് ആ അർശ് കുലുങ്ങുന്നത്? അപ്പോൾ മലക്കുകൾ പറയും, അല്ലാഹുവേ, നിന്റെ അർശ് പോലും കുലുങ്ങുന്ന, അതിനെപ്പോലും കുലുക്കുന്ന പാകത്തിന് നിന്റെ ഒരു ഉമ്മ, നിന്റെ സൃഷ്ടികളിൽ നിന്നൊരു ഉമ്മ, ഒരു ഉപ്പ, ഒരു സഹോദരി, ഒരു സഹോദരൻ നിന്റെ ഒരു ഇസ്മു പറഞ്ഞിട്ട് നിന്നിലേക്ക് ദുആ ചെയ്തിരിക്കുന്നു. പടച്ചവനെ, ആ ദുആ നീ സ്വീകരിക്കണേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒരുപാട് ഇസ്മുകളുണ്ട് അള്ളാഹുവിന്, ഒരുപാട് ഇസ്മുകളുണ്ട്. 1,24,000 ഇസ്മുകളുണ്ട് അള്ളാഹുവിന് എന്നൊരു അഭിപ്രായത്തിൽ കാണാം. മറ്റൊരു അഭിപ്രായത്തിൽ 1000 ഇസ്മുകൾ അള്ളാഹുവിനുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ 101 ഇസ്മുകളുണ്ട്. മറ്റൊരു അഭിപ്രായത്തിൽ 99 ഇസ്മുകൾ. നമുക്കൊക്കെ അറിയാവുന്ന യാ അല്ലാഹു, യാ റഹ്മാനു, യാ റഹീമു, യാ മലിക്കു എന്ന് തുടങ്ങുന്ന 99 ഇസ്മുകളുണ്ട് അള്ളാഹുവിന്. ഈ ഇസ്മുകളിൽ നിന്നും ഒരു ഇസ്മ, ആ ഇസ്മ നമ്മൾ ചൊല്ലിയാൽ ഈ അർശ് കുലുങ്ങും. ആ അർശ് കുലുങ്ങുന്നതിനോടുകൂടെ തന്നെ അള്ളാഹു നമ്മളെ എന്ത് ഉദ്ദേശം വച്ചിട്ടാണോ ആ ഇസ്മു ചൊല്ലുന്നത്, ആ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മൾ ഉദ്ദേശിച്ച കാര്യം എന്താണോ ദുആ ചെയ്യുന്നത് അത് നിറവേറ്റിത്തരുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഏതാണ് ഈ ഇസ്മ? ഏതാണ് ഈ ഇസ്മ? നമുക്ക് നോക്കാം. യാ മാലിക്കൽ മുൽക്കി യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. എങ്ങനെ? യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. ഈ ലോകത്തിൻ്റെയും അതേപോലെ തന്നെ ഈ എല്ലാ ഗാലക്സികള്, സർവചരാചരങ്ങള്, എല്ലാത്തിൻ്റെയും അധിപനായ റബ്ബേ, ഉടമസ്ഥനേ, രാജാവേ എന്നർത്ഥം വരുന്ന മഹത്തായ ഇസ്മ യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽ നിന്നും ഇസ്മുകളിൽ നിന്നും 2 ഇസ്മുകൾ കൂട്ടിവെച്ച ഒരു ഇസ്മാണ് ഈ ഇസ്മ. ഈ ഇസ്മ ആരെങ്കിലും ഒരു ദിവസത്തിൽ, ഏത് സമയത്തും ആകാം, രാവിലെ ആകട്ടെ, ഉച്ചയ്ക്കാകട്ടെ, രാത്രിയാകട്ടെ, നിസ്കാരത്തിന് ശേഷമാകട്ടെ, മുമ്പാകട്ടെ, ഒന്നും കുഴപ്പമില്ല, ആരെങ്കിലും ഒരാൾ 15 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ ആഗ്രഹം എന്ത് ഉദ്ദേശത്തോടു കൂടെയാണോ ആ ഇസ്മു ചൊല്ലിയത്, ആ ഇസ്മു ചൊല്ലിയതിനു ശേഷം അവിടെ എന്ത് ദുആയാണോ ചെയ്തത്, ആ ദുആ
അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ മറ്റൊരു ഇസ്മ, ആ ഇസ്മ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് 17 പ്രാവശ്യം ചൊല്ലിയാൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം, ഒരു ഹൈറായ ആവശ്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുമ്പോൾ, അതെന്താകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിയാകട്ടെ, പഠനമാകട്ടെ, കല്യാണമാകട്ടെ, എന്തെങ്കിലും ഒരു സംരംഭമാകട്ടെ, നമ്മുടെ വീട് പണിയാകട്ടെ, എന്തൊരു സംരംഭമാണോ, എന്തൊരു കാര്യവുമാണോ, ആ കാര്യത്തിന് വേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ നമ്മുടെ വലത് കൈയിന്റെ പള്ള, ഈ 5 വിരലുണ്ടല്ലോ, നെഞ്ചത്ത് വെച്ചുകൊണ്ട് ആ ഇസ്മ നിങ്ങൾ 5 പ്രാവശ്യം ചൊല്ലിയിട്ട് മുന്നിട്ടിറങ്ങിയാൽ, അല്ലെങ്കിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് 17 പ്രാവശ്യം ഈ പറയുന്ന ഇസ്മ നിങ്ങൾ ചൊല്ലിയാൽ, ആ വിഷയം എന്താണെങ്കിലും അത് അള്ളാഹു സാധിപ്പിച്ചു തരുമെന്ന് മഹാന്മാർ പറയുന്നു. കല്യാണം ശരിയാവും, മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും, പ്രയാസങ്ങള്, പ്രതിസന്ധികള്, ദുഃഖങ്ങള്, ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് റാഹത്ത് ലഭിക്കും. ഏതാണ് ഇസ്മ? നമുക്ക് നോക്കാം. യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്, യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിലുള്ള ഇസ്മുകളാണ് യാ ഗനിയു യാ മുഗ്നി യാ അല്ലാഹ്. ഐശ്വര്യമായവനെ, ഐശ്വര്യമാക്കുന്നവനെ എന്നർത്ഥം വരുന്ന ഈ ഇസ്മ, അല്ലാഹു ഐശ്വര്യവാനാണല്ലോ, ആരുടെയും സഹായത്തിന്റെ ആവശ്യമില്ല, അവൻ അധിപനാണ്, രാജാവാണ്, രാജാതിരാജനാണ്, നമുക്ക് ഓക്സിജൻ നൽകുന്നത്, നമുക്ക് എല്ലാ ഹൈറുകളും നൽകുന്നത് എല്ലാം അല്ലാഹുവാണ്. അപ്പൊ ഈ ഇസ്മ ആരെങ്കിലും ദുആ ചെയ്യുന്നതിന് മുമ്പ് 17 പ്രാവശ്യം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹൈറായ ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ വലത്തെ കൈയുടെ പള്ള ഈ എടുത്തുകൊണ്ട് നെഞ്ചത്ത് വെച്ചിട്ട് 5 പ്രാവശ്യം ചൊല്ലിയിട്ട് മുന്നോട്ട് പോയാലും, നമ്മൾ എന്ത് ആഗ്രഹത്തിന് വേണ്ടിയാണോ, എന്താവശ്യത്തിന് വേണ്ടിയാണോ മുന്നോട്ട് പോകുന്നത്, അത് ഹൈറായ രീതിയിൽ നടക്കുമെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചു തന്നു. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ഒരു 11 പ്രാവശ്യം ഈ 2 ഇസ്മും ചൊല്ലിയിട്ട് നമുക്ക് ഈ വീഡിയോ നിർത്താം. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ മാലിക്കൽ മുൽക്കി യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ്, യാ ഗനിയു യാ മുഗ്നി 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 യാ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, തമ്പുരാനെ, ഞങ്ങൾ ഈ ചൊല്ലിയ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, രോഗങ്ങൾ എല്ലാം നീക്കി സന്തോഷവും റാഹത്തും സമാധാനവും നൽകണേ അല്ലാഹ്. പടച്ചവനെ നാഥാ, പെട്ടെന്നുള്ള മരണത്തെ തൊട്ട്, അപകട മരണങ്ങളെ തൊട്ട്, മാറാവ്യാധികളെ തൊട്ട് പടച്ചവനെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്നവർ, ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ
പോകുന്നവർ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ, ഖൈർ നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.